കോളറിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കിയെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലാണെങ്കിൽ അവന് സർവ്വസ്വാതന്ത്ര്യമാണ്. ഏത് കാര്യവും എത്ര രൂപ ചോദിച്ചാലും അത് കൊടുക്കുമായിരുന്നു. ഡോക്ടറോട് അവൻ തന്നെ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളെല്ലാം ഡാഡി ഡോക്ടറോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്ന ഉടൻ തന്നെ ഇവന് പെട്ടെന്ന് ദേഷ്യം വന്നു. അവിടെ വെച്ച് ഇവിടെ 19 വന്നത്. അത് തൊട്ടേ നമ്മൾ കാരാഗൃഹവാസം തന്നെ, നമ്മൾ രണ്ടുപേരും. അമ്മ എത്ര നാളായി പ്രജന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ട്? ചൈനയിൽ നിന്ന് വന്നത് തൊട്ട് അവന് ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളോട് എങ്ങനെയായിരുന്നു, അച്ഛനോടും അമ്മയോടും പൊതുവേ? ഞങ്ങളെന്ത് പറഞ്ഞാലും അവന് ദേഷ്യമാണ് ഞങ്ങളോട് കാണിക്കുന്നത്. ഞങ്ങളതുകൊണ്ട് ഒന്നും കൂടുതൽ സംസാരിക്കാനായിട്ട് പോവില്ല. അവനെന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവൻ പറയുമോ അതൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങൾ, എന്ത് കാര്യങ്ങളും. പിന്നെ എപ്പോഴും സന്തോഷത്തോട്ട് അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഈ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ചൈനയിൽ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞ് ലാസ്റ്റ് ഫീസ് അതുവരെ തോമസ് കുക്ക് വഴിയാണ് ഫീസ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫീസായപ്പോൾ തോമസ് കുക്കിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അടച്ചപ്പോൾ ഫീസ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏജൻസിയെ വിളിച്ചു. അപ്പോഴും പറഞ്ഞ് അവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു. എറണാകുളത്തായിരുന്നു ഏജൻസി. ഡോക്ടർ നിയാസ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അവിടെ കൊണ്ട് ഫീസ് എത്തിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ കൊണ്ട് ഫീസ് കൊടുത്തു. മോളുടെ കുറേ ആഭരണങ്ങളും എല്ലാം പണയം വെച്ചൊക്കെയാണ് ആ ഫീസ് ഒരുമിച്ചുകൊണ്ട് അവിടെ അടച്ചത്. പക്ഷേ ആ ഡോക്ടർ ഞങ്ങൾക്ക് ഈ ഫീസ് വാങ്ങിയതായിട്ടൊരു എവിഡൻസോ ഒന്നും മടക്കി ഒന്നും തന്നിട്ടില്ല. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് കൊടുത്തിട്ടിങ്ങ് തിരിച്ച് വന്നു. എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പല ആവർത്തി ഡോക്ടറുടെ ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം പോയി ഫോൺ വിളിക്കും. അപ്പോഴൊക്കെ പറയും ഇന്ന ദിവസം തരാം. അവസാനം ഈ സെപ്റ്റംബറിൽ എന്തോ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോനാണെങ്കിൽ അവിടെ ചെന്ന് ഒരു ദിവസം അവിടെ പായ എന്തോ വിരിച്ച് കിടന്ന്, എന്നിട്ട് അവിടെ എന്നിട്ട് പോലീസിലെന്തോ ഒരു പരാതിയും കൊടുത്ത് ആ സ്റ്റേഷനിലൊക്കെ അവരെ വിളിച്ചെന്ന് തോന്നണം. എന്നിട്ടും അതിനൊരു നടപടിയോ അതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നിട്ട് പിന്നെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് വീണ്ടും ഒരു പ്രാവശ്യം ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഓഫീസ് ഇപ്പോഴവിടെ ഇല്ല. ഇപ്പോഴവർ ആലപ്പുഴയിലെന്തോ ഉണ്ട് എന്നുള്ള ഒരറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിൽ ഇവന് ഭയങ്കര നിരാശയുണ്ട്. പിന്നെ ഇവന് ഡാഡിയാണ് അവിടെ ഫീസ് അടച്ചത്, അത് മുഖാന്തരമായിരിക്കും അവന് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് എന്നുള്ള ഒരു ഭയങ്കര അവനുണ്ട്. പിന്നെ ഇത് വെച്ചെപ്പോഴും ദേഷ്യം കാണിക്കുമായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ അവന് സർവ്വസ്വാതന്ത്ര്യമാണ്. ഏത് കാര്യവും എത്ര രൂപ ചോദിച്ചാലും അത് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് അവന് ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത് ഒരു കോഴ്സുണ്ട് 3 മാസത്തെ. അവിടെ 90,000 രൂപ അടയ്ക്കണം. 30,000 രൂപ അവന് നിൽക്കണതിന് 10,000 രൂപ വെച്ച് അവിടെ കൊടുക്കണം. പിന്നെ അവൻ്റെ ഫുഡ് 5,000 രൂപ വെച്ച് അങ്ങനെ അതുകൊണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതായത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ സിനിമ ആക്ടിങ് പഠിക്കാൻ പോയി. ആക്ടിങ് പഠിക്കാൻ പോയതിനു ശേഷമാണ് കുറച്ചുകൂടി മാറിയത്. അത് തൊട്ട് ഇവന് ഭയങ്കര മാറ്റമായി. എറണാകുളത്ത് പോയതിന് ശേഷം അവിടെ എന്നിട്ട് അവൻ്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും, പ്രാർത്ഥനയിലും പ്രസംഗിക്കും, നന്നായിട്ട് പാടും, എല്ലാ കഴിവുമുണ്ട്, നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവൻ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല. വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും.
അങ്ങനെ ഇരുന്ന് പല ആവർത്തി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യൻ പാട്ടൊക്കെ ഇടുമായിരുന്നു. പിന്നെ വീട്ടിൽ ഈ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ, അപ്പം നമ്മൾ വേറെ പാട്ടൊന്നും ഇടില്ല. എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ മൊത്തം വീടും ഇതായിട്ട് ആ ഒരു പാട്ടിടും. എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ടേ ഇറങ്ങും. നമുക്ക് ചെന്ന് പെട്ടെന്ന് ഓഫാക്കാനാ അത് ചെയ്യുമെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. എപ്പോഴെങ്കിലും ഈ സംഭവം നടക്കുന്നതിന് മുൻപേ എപ്പോഴെങ്കിലും അമ്മയോ അച്ഛനെയോ എപ്പോഴെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ മുൻപ്? പല ആവർത്തി ചെയ്തിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ അവൻ ഈ കോളറിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കിയെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അവർ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് അങ്ങ് വിടും. അതേപോലെയാണ് ഇപ്പോഴും അവർ വിചാരിച്ചത്. പിന്നെ ഒരു ദിവസമാണെങ്കിൽ ചൈനയിൽ നിന്ന് വന്ന സമയത്ത് അപ്പോഴും നമ്മൾ ഈ വീടിൻ്റെ കുറേ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് നമുക്ക് രാത്രി 12 മണിയായിട്ടും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആയപ്പോൾ വീടിൻ്റെ പൈപ്പെല്ലാം അടിച്ചു പൊട്ടിച്ച്. അപ്പോൾ അടിച്ചു പൊട്ടിച്ചപ്പോൾ വീട്ടിൽ നമുക്ക് വീടെല്ലാം വെള്ളം കയറി. ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കയറുമ്പോൾ അപ്പോൾ ഒരു നിവൃത്തിയില്ല. പിന്നെ ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡ് രഹസ്യത്തിൽ 100 വിളിച്ച് പോലീസിൽ വിളിച്ച് അവർ വെള്ളരുടെ എന്തോ അറിയിപ്പ് കൊടുത്ത്. അങ്ങനെ അവർ വന്ന് പോലീസ് വന്ന് ഇവനെ നോക്കി ഫോട്ടോയൊക്കെ എടുത്തോണ്ട് അപ്പം നമുക്ക് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് പോലീസിൻ്റെ കൂടെ അവർ പറഞ്ഞെന്ന് തോന്നണം ഒരു ദിവസമെങ്കിലും കൊണ്ടവിടെ. അപ്പോഴവർ കൊണ്ടുപോയില്ല, വീട്ടിൽ തന്നെ വിട്ടിട്ട് പോയി. പിറ്റേന്ന് ചെന്ന് അവിടെ സൈൻ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ ഒരാഴ്ചയും ഇവൻ സൈൻ ചെയ്യാൻ പോയി. പിന്നെ നോർമൽ ആയിട്ട് നല്ലതായിട്ടൊക്കെ നിന്നു. ഭക്ഷണം കഴിക്കുമോ? എല്ലാ ദിവസവും കഴിക്കും. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പൈസ ചോദിക്കും. നൂഡിൽസാ, പൊറോട്ട, ഇറച്ചിയ, ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് അവൻ ഇഷ്ടപ്പെട്ടത് തന്നെ അവൻ കഴിക്കണതൊക്കെ. ഈ സംഭവം നടക്കുന്നതിന് മുന്നേ അച്ഛനോട്ട് എന്തെങ്കിലും ആ ദിവസം, അതായത് 5-ാം തീയതി വൈകുന്നേരത്തിന് മുന്നേ എന്തെങ്കിലും ഇവർ തമ്മിൽ വാക്ക് തർക്കം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു വാക്ക് തർക്കവും ഇല്ല. ഇതിന് തൊട്ട് മുമ്പ് ഇവൻ വീട്ടിലുള്ള 2 വെട്ടുകത്തി, നല്ല അറിവുള്ള 2 വെട്ടുകത്തി എടുത്ത് തേച്ചു കൊണ്ട് 2 കയ്യിലായിട്ട് പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ കേട്ട്, മോനെ നീ ഇതെവിടെ കൊണ്ടുവന്ന്? അതാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും ഇവൻ ഭക്ഷണമൊക്കെ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനെ കൊണ്ട് തിരികെ വച്ചു ആ വെട്ടുകത്തി. അന്നങ്ങനെയായി. ഇത് രണ്ടാമത് ഇപ്പോഴും ചെയ്തത് ഒരു പ്രതീക്ഷയും നമുക്കില്ലായിരുന്നു. അതിലെ ഒരു കത്തി ഉപയോഗിച്ചാണ്. ഒന്ന് പിന്നെ വീട്ടിൽ കറിക്കരിയണ അതാണ് എടുത്തിരിക്കുന്നത്. മുകളിൽ നടക്കുന്നത് ഒന്നും അറിഞ്ഞിരുന്നില്ല നിങ്ങൾ? മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല. റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. നമ്മളൊന്നിനും പോവില്ല. മുകളത്തെ നിലയിലേക്ക് പോവില്ല. പോകും. ആരെങ്കിലും ഇവൻ്റെ നമ്മളെ ബന്ധുക്കളൊക്കെ വരുമല്ലോ. അപ്പം ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം ഉണ്ടെന്ന് പറയും. അപ്പോഴും മോനെ എന്ന് ദൂരെ നിന്ന് വിളിക്കണതല്ലാതെ നമുക്ക് അവന് ഭയങ്കര ഇതായിട്ട് ഉള്ള ഇതിൽ വിളിക്കാൻ ഒക്കില്ല. അപ്പം വിളി കേട്ടില്ലെങ്കിൽ ഞാൻ പറയാം അവൻ കുളിച്ചോണ്ട ഉറങ്ങി കിടക്കുകയോ ചെയ്യാണ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി വരും. ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ മുകളിൽ? അതാണ് പാട്ടിന് പുറമെ ഈ സൗണ്ട് ഇട്ടാണ്. നമുക്കൊന്നും അറിയാൻ ഒക്കില്ല. ഈ സൗണ്ട് എപ്പോഴും ഇട്ടിരിക്കും മുകളിൽ. ഇപ്പോഴും ഈ മരിക്കുന്നതിന് മുൻപ്, കൊല്ലപ്പെടുത്തുന്നതിന് മുൻപ് അമ്മയോട് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് വിളിച്ചിരുന്നോ? അതായത് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രജിൻ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നിങ്ങൾ ഒരുമിച്ച്? ഹോസ്പിറ്റലിൽ ഇവൻ ഇത് മരിക്കണതിന് ഇതിന് തൊട്ട് മുമ്പ് ഇവൻ പറഞ്ഞ് എന്നെ ഒരു ദിവസം ഒരു ഡോക്ടറേറ്റ് കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ ഇവനുമായിട്ട് 3 പേരുമായിട്ട് പോയി തിരുവനന്തപുരത്ത്.
പോയി ഡോക്ടർ ഇവനെ നോക്കിയിട്ട് പറയാണ് ഇവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വീട്ടിൽ പോകാൻ പറഞ്ഞു. മരുന്ന് ഒന്നും കൊടുത്തില്ല. എൻ്റെ ഫോണിൽ ആ ഡോക്ടറെ പേരെഴുതിയിട്ടിട്ടുണ്ട്. ഈ സൈക്കാട്രിസ്റ്റ് പോലെ ഇല്ല, ഒരു ഡോക്ടറെ വീട്ടിലാണ് പോയത്. ആ ഡോക്ടറെ പേരും വീടും അയാൾ തന്നെയാണോ സജസ്റ്റ് ചെയ്തത്? പ്രജിൻ ആ കൊണ്ടുപോയില്ലേ നിങ്ങളെ? നിങ്ങൾ കൊണ്ടുപോയതാണോ അല്ല അവൻ സജസ്റ്റ് ചെയ്ത ഡോക്ടറാണോ? ഇത് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് ഇവ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അന്വേഷിച്ചായിരുന്നു. അങ്ങനെ ഇതുപോലെ ഇന്നടുത്തൊരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇവനോട്ട് പോയത്. അപ്പോൾ ഡോക്ടർ ഇവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ട് ഇവൻ വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും കൊണ്ടുപോയപ്പോഴും അയാൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മൂന്നാമത് ഇവൻ ഈ തിങ്കളാഴ്ച ഇത് ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത്. അപ്പോഴും കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇനി ഡാഡി പറയുമെന്ന് പറഞ്ഞ്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഇവന് ഉള്ള ദേഷ്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഇവന് പെട്ടെന്ന് ദേഷ്യം. എപ്പോഴാണത് സംഭവിച്ചത്? ഇപ്പോഴും ഈ തിങ്കളാഴ്ചയുടെ അന്ന് ഡോക്ടറോട് അവൻ തന്നെ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളെല്ലാം ഡാഡി ഡോക്ടറോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്ന ഉടൻ തന്നെ ഇവന് പെട്ടെന്ന് ദേഷ്യം വന്നു അവിടെ വെച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പുറത്ത് നിൽക്കാൻ പറഞ്ഞ്. എന്നിട്ട് ഡോക്ടർ എന്തോ 2 മരുന്നെന്തോ എഴുതി കൊടുത്തു. അത് കഴിച്ചില്ല എന്നൊന്നും അറിയില്ല. ആ ദേഷ്യം അവനുണ്ട്. അന്ന് വെച്ച് അപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഡാഡിയെ ഒന്നും ചെയ്യരുത്, ചിരിച്ചുകൊണ്ട് വേണം പോവാൻ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ്. പറഞ്ഞതായിരിക്കും ഇവൻ്റെ ഇതാണോ എന്നൊരു സംശയമുണ്ട്. ഇത് വേറെ ആരെങ്കിലും സുഹൃത്തുക്കളോ ചൈനയിൽ നിന്ന് പഠിച്ചതിന് ശേഷം കൊച്ചിയിൽ നിന്നോ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരാറുണ്ടോ? കൊച്ചിയിൽ ഇവിടെ വന്നിട്ടില്ല. കൊച്ചിയിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയും. ഇവൻ പോകണമെങ്കിലും ഈ എറണാകുളത്തെ പോകും. ചെന്ന് അവിടെ തങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും. അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നെയും ചെറിയ ഉപദ്രവങ്ങളുണ്ട്. മുടിയിലൊക്കെ പിടിച്ച് തൂക്കും. രണ്ടുപേരെയും ഇഷ്ടം പോലെ. നമുക്ക് എത്ര വർഷമായി ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്? ചൈനയിൽ നിന്ന് വന്നത് തൊട്ടേ നമുക്ക് ഇത് ഇവിടെ 19 വന്നത്. അത് തൊട്ടേ നമ്മൾ കാരാഗൃഹവാസം തന്നെ. നമ്മൾ രണ്ടുപേരും വെളിയിൽ പറയാത്തത്, എൻ്റെ ഇന്ന് വരും നാളെ വരും, അവൻ നല്ലതാവും, നാട്ടുകാരെ അറിയിക്കണ്ട, അവൻ്റെ ഭാവിയെല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചാണൊന്നും പറയാത്തത്. പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ് പ്രയറിൽ വെച്ചാണ് ഓരോന്നും. എപ്പോഴും അവന് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥന തന്നെ. പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ എപ്പോഴും മുട്ടുന്ന പ്രാർത്ഥന തന്നെ. അനിയത്തിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് കെട്ട് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കാറിൽ കയറിയപ്പോഴും മോനാണ് ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ഡ്രൈവറായിട്ടിരുന്നത്. എന്നിട്ട് തിരിച്ച് മണ്ഡപത്തിലോട്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ നിന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ 4 പേരുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ്, മോള്, വേറൊരാൾ. എന്നിട്ട് ഞങ്ങൾ 4 പേരെയും നല്ല ഹൈ സ്പീഡിൽ വണ്ടിയെ വൈബ്രേറ്റൊക്കെ ചെയ്ത് വല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വിചാരിച്ച് തന്നെ ഞങ്ങൾ 4 പേരും പോകുമെന്ന്. എന്നാൽ ദൈവം നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ മകൻ പുറത്തു വരുന്നതിന് ഭയമുണ്ടോ? മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഭയമെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഭയപ്പെടാതെ ഇരുന്നിട്ടില്ല. എപ്പോഴും എനിക്ക് ഭയമായിരുന്നു. ഞങ്ങൾ വളരെ ഭയപ്പെട്ട് തന്നെ ഇവിടെ ജീവിച്ചത്. ഇനി ആരെങ്കിലും കൊലപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ? അടുത്തിന് മോന് ഞാനും എൻ്റെ മോളും കൊച്ചുമോളും ഉള്ളു. മരുമോളുള്ളത് അങ്ങ് ജോലി സ്ഥലത്ത് പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവനെ കൊണ്ടൊന്നും അവൻ്റെ കൈയൊന്നും തൊടാനോ നമുക്ക് അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോൾ
ഞാൻ എൻ്റെ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. എനിക്കിത് പിന്നെ എന്താണ് അവൻ ഒരു നല്ല പിള്ളയായിട്ട് വന്നാൽ എനിക്കിഷ്ടം തന്നെ. അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അവസ്ഥയിൽ അവൻ വന്നാൽ വീണ്ടും ഞങ്ങൾ ഉപദ്രവിക്കും.